ഭക്ഷണം കഴിക്കുമ്പോൾ ഏതപ്പന്റെ വലത്തെ കൈ നിങ്ങൾ നോക്കലുണ്ടാ? ഉണ്ടോ? ഇല്ല. അതങ്ങനാണ്ട് ശീലായി. വലത്തെ കൈ നമ്മൾ ചെറുപ്പത്തിലെ ഉമ്മാര് വലത്തെ കൈ കൊണ്ട് തിന്നു പറഞ്ഞ് ശീലിച്ച്. ആദ്യമൊക്കെ രണ്ട് കൈയോട് നമ്മൾ തിന്നിരുന്നു, പിന്നെ ഇടത്തെ കൈയോട് തിന്നിരുന്നു. അതൊക്കെ ഉമ്മാരിങ്ങനെ മാറ്റി മാറ്റി മാറ്റിയെടുത്ത് ഇപ്പൊ നമ്മൾ വലത്തെ കൈ കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുള്ളൂ, വലത്തെ കൈ കൊണ്ട് തന്നെ വെള്ളം കുടിക്കുള്ളൂ. അങ്ങനെ തന്നെ ചെയ്യണം. ചിലരുണ്ട് വലത്തെ കൈയോട് ചോറുന്നാണ് ഇടത്തെ കൈ കൊണ്ട് ഗ്ലാസ് പിടിക്കുന്ന ചില ആളുകളുണ്ട്. അത് ഏത് ഗ്ലാസ് ആണെങ്കിലും, കുടിച്ചതിന് ശേഷം വലിച്ചെറിഞ്ഞ ഗ്ലാസ് ആണെങ്കിലും വലത്തെ കൈ കൊണ്ടാകണം. അപ്പൊ ചിലര് പറയും, ഉസ്താദെ അപ്പൊ ആ ഗ്ലാസുമ്മ ചാറാവൂലേ എന്ന്. കറി ചാറുന്ന നമ്മളെ പച്ചമലയാളത്ത് പറഞ്ഞ ആ ഗ്ലാസുമ്മ കറിയാവൂല ഉസ്താദേ. തൊള്ളമ്മ കറിയാകാം, കയ്യുമ്മ കറിയാകാം, പ്ലേറ്റിൽ കറിയാകാം, ഇനി ഗ്ലാസുമ്മ മാത്രം കറിയാകാൻ പാടില്ല. എന്താ നിയമം? അങ്ങനെ ഒരു നിയമം ഉണ്ടാ? അതൊരു വലിയ അയവായിട്ട് ഇങ്ങനെ കിടക്കാം. എന്നിട്ട് ഇതൊരു വലിയൊരു ഫാഷനാണ് ഇടത്തെ കൈയോട് ഇങ്ങനെ കുടിക്കല്. അത് പാടില്ല. മുസ്ലിമീകളാകുന്ന നമ്മള് വലത് കൈയിനെ മുന്തിക്കണം. ഭക്ഷണം കഴിക്കുമ്പോ വലത്തെ കൈ കൊണ്ട് കഴിക്കണം. അതാണ് ഇസ്ലാമിക നിയമം. പിന്നെ ഇടത്തെ കൈയിൽ പിടിച്ചിട്ട് വലത്തെ കൈ താങ്ങി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ചില ആളുകൾ. അതിനേക്കാളൊക്കെ നല്ലത് വലത് കൈ കൊണ്ട് തന്നെ കുടിക്കുക. അത് നമ്മൾ അങ്ങനെ തന്നെ ശീലമാക്കണം. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ വലത്തേതിനെ മുന്തിക്കുക. ആ മുന്തിക്കേണ്ട സ്ഥലത്ത് വലത്തേതിനെ മുന്തിക്കണം. ബാത്റൂമിലേക്ക് കടക്കുമ്പോൾ ഇടത് കാല് വെച്ചുകൊണ്ട് കടക്കണം. അങ്ങോട്ട് കടക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബതി വൽ ഖബാഇസി. സാധനൊക്കെ ഞങ്ങൾക്ക് അറിയണതാണ്, നിങ്ങൾ എന്താണ് ഈ പറയണത് എന്ന് ചിന്തിക്കും. നമ്മൾ എത്ര ആളിന് ചൊല്ലലുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ ദിക്റ് നമ്മളിങ്ങനെ പള്ളിയിൽ നിന്ന് മൂത്രപ്പുരയിലേക്ക് പോയി മൂത്രപ്പുരയുടെ സമീപത്തെത്തുമ്പോ നല്ല ഉഷാറായിട്ട് ഇവിടേക്കെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറിൽ എല്ലാ ടിമ്പലോട് ഞാനിങ്ങനെ വരുന്ന നോക്കിയപ്പോ ധർമ്മപ്പട്ടിമ്പലുണ്ട്. നല്ല രൂപത്തിൽ ഗോൾഡൻ കളറിൽ എഴുതി വെച്ചിട്ടുണ്ട്. സൂപ്പറായിട്ട് എല്ലാം നല്ല ഉഷാറാണ്. ബാത്റൂമിലേക്ക് കടക്കുന്ന അവിടെയും ആ ദിക്ർ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ ഉണ്ട്. പുറത്തുനിന്ന് ആരെയും ഒന്നാണ്ട് പറയും ഇത് കുഴപ്പമില്ലല്ലേ, നമ്മുടെ പള്ളിയിലോട്ട് ഇങ്ങനത്തെ നോക്കണം. ഇത് പറഞ്ഞിട്ടാണ് കയറുന്നത്. ഇത് ചെല്ലിയാണല്ല. ഈ സ്റ്റിക്കർ അടുത്താക്ക് പറഞ്ഞു കൊടുക്കാൻ നോക്കി. നല്ല രസമുണ്ട് അല്ലേ? നമ്മുടെ നാട്ടിൽ നമ്മുടെ കമ്മിറ്റിക്കാർ ഇതൊന്നും കാണൂലേ? നമ്മുടെ കമ്മിറ്റിക്കാർ ഇതൊന്നും വാങ്ങരുന്നാവും. അപ്പൊ മറ്റാൾ പറയും, കാരണം നമ്മളെ കമ്മിറ്റിക്കാർ പൈസ മുടക്കണ്ടേ, പൈസ മുടക്കിയാലല്ലേ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഇത് പറഞ്ഞാൽ എന്ത് ചെല്ലാനുള്ളതാണ്, അപ്പൊ ചെല്ലാനുള്ളതാണെന്നും ചിന്തിക്കുന്നില്ല. ഇത് ചൊല്ലുന്നല്ല. അതിനെപ്പറ്റി കമന്റ് പറഞ്ഞ് ബാത്റൂമിൽ പോയി തിരിച്ചു പോന്നു. ഇത് ചൊല്ലുന്നില്ല. ഇതൊന്നും കാര്യമില്ല. അതിന്റെ കമന്റ് പറയാൻ വെച്ചതല്ല, അത് ചൊല്ലാൻ ഓർമ്മപ്പെടുത്താനാണ്. അതേപോലെ ഉണ്ടാവും ഹൗദിന്റെ സമീപത്ത് വെള്ളം അമൂല്യമാണ്, മിതമായി ചെലവഴിക്കുക. സ്റ്റിക്കർ രസമുണ്ടല്ലേ? എന്നിട്ട് ഇങ്ങനെ പാരാണ് വെള്ളം. പാരന്നെ സ്റ്റിക്കറിന്റെ രസം നോക്കിയാൽ ഇപ്പൊ ഇങ്ങനെ വെള്ളം പാരുക. എന്താ വായിക്കണേ? വെള്ളം അമൂല്യമാണ്, മിതമായി ചെലവഴിക്കുക. അത് വായിച്ചിട്ട് പാരാണ് വെള്ളം. ഇങ്ങനെ എല്ലാം ഉൾപ്പെടാൻ ചെയ്യുക. അവിടെ എഴുതിയതിനെതിരായിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. അങ്ങനല്ല. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ മേഖലകളിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവൻ കൃത്യമായി ശ്രദ്ധിക്കണം. എണീറ്റാൽ ഹബീബായ റസൂലുള്ള പറഞ്ഞു, ലാ യദ്രി അഹദുക്കും ഐന ബാത്തത് യദാഹു. നിന്റെ കൈകൾ എവിടെയൊക്കെയാണ് നിന്റെ ഉറക്കത്തിൽ തട്ടിയത് എന്നൊന്നും നിനക്കറിയില്ല. അതുകൊണ്ട് രാവിലെ എണീറ്റ ഉടനെ കൈ വെള്ളത്തിൽ മുക്കാതെ വെള്ളം ഒഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ടാപ്പിന്റെ താഴത്ത് കാണിച്ചുകൊണ്ടോ ഒക്കെ ആയിട്ട് കഴുകണം. വെള്ളത്തിലേക്ക് കൈയിട്ട് കഴുകുമ്പോ ആ കയ്യിന്റെ മലീമസങ്ങൾ വെള്ളത്തിലാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളം ഒഴിച്ചുകൊണ്ട് കൈ നല്ല പോലെ ഒന്ന് വൃത്തിയാക്കി കഴുകണം. ബ്രഷ് ചെയ്യുന്നതിന് മുമ്പ് ബ്രഷും കഴുകണം. അത് നമ്മൾ ശ്രദ്ധിക്കണം. കയ്യും കഴുകുക, ബ്രഷും കഴുകുക. ബ്രഷിന്റെ മുകളിലൂടെയൊക്കെ വല്ലതും ചിലപ്പോൾ അരിച്ചു പോകാനൊക്കെ സാധ്യതകളുണ്ട്. പല ജീവികളും വന്ന് അതിന്റെ മുകളിൽ ഇരിക്കാനോ കാഷ്ടിക്കാനോ ഒക്കെ സാധ്യതകളുണ്ട്. നമ്മൾ കാണാത്ത ഒരുപാട് ബാക്ടീരിയകൾ ഇത്തരത്തിലുള്ള സാധനങ്ങളിലൊക്കെ അള്ളിപ്പിടിക്കാൻ സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് ബ്രഷ് നല്ലപോലെ കഴുകണം. നമ്മുടെ കുട്ടികളെ കൊണ്ടും അത് കഴുകി ശീലമാക്കണം. ബ്രഷ് എടുത്ത് അങ്ങനെ തന്നെ അങ്ങ് കോൾഗേറ്റ് എടുത്ത് തേക്കലല്ല വേണ്ടത്. ആദ്യം നല്ലപോലെ കഴുകണം. ബ്രഷ് കഴുകിയിട്ട് വേണം നമ്മൾ ബ്രഷ് ചെയ്യാൻ. അതേപോലെ തന്നെ ആദ്യമായി കൈ കഴുകണം. എന്നിട്ട് ബ്രഷ് ചെയ്യുന്ന സമയത്ത് ആ ബ്രഷ് അത് നല്ല രൂപത്തിൽ നമ്മൾ പിടിക്കണം. ബ്രഷ് ചെയ്യുമ്പോൾ വെറും വിരൽ കൊണ്ട് മാത്രം ബ്രഷ് ചെയ്യാൻ പാടില്ല. വെറും വിരല് നല്ല വരണ്ട്, നല്ല ഹാർഡായ ജോലിയൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ ചിലപ്പോ നല്ല വരണ്ടാവും. നല്ല തഴമ്പ് പിടിച്ചിട്ട് ബ്രഷിനേക്കാളും നല്ല വരം ചിലപ്പോ കയ്യിന്റെ വിരലിനുണ്ടാവും എന്ന് വിചാരിച്ച് വിരല് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ബ്രഷ് ചെയ്യാൻ പാടില്ല.
ബ്രഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏറ്റവും നല്ലത് ബ്രഷ് ചെയ്യാൻ അറാക്കാണ്. അറാക്ക് ഇപ്പൊ സുലഭമായിട്ട് കിട്ടുന്നതാ. ഗൾഫിൽ നിന്ന് വരുന്നവര് ഉംറക്കും ഹജ്ജിനൊക്കെ പോയി വരുന്നവരൊക്കെ കൊണ്ടുവരും. ആരെങ്കിലൊക്കെ ഉംറക്കും ഹജ്ജിനൊക്കെ പോയി വന്നവരെ കാണാൻ വേണ്ടി ചെന്നാല് ഇതാ കിട്ടുക. കുറച്ച് വെള്ളം കൊടുക്കും, ഈത്തപ്പഴം കൊടുക്കും, ഒരു അറാക്കിന്റെ കൊള്ളിയും കൊടുക്കും. അപ്പൊ അതൊക്കെ അപ്പോഴൊക്കെ ഇങ്ങനെ കണ്ട് തിരിച്ചു വാങ്ങി സന്തോഷത്തോടെ വാങ്ങി പോകുന്നതാണ് ബൈക്കെന്ന് പറയും. ഇതാപ്പോ ഈ കൊള്ളിക്കണ്ണാപ്പോ കിട്ടിയത് എന്ന് പറഞ്ഞ് അതിനെ നിസ്സാരപ്പെടുത്തുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ആ കൊള്ളിക്കഷ്ണം റസൂലുള്ള സുന്നത്താക്കി പഠിപ്പിച്ച മിസ്വാക്കാണ്. അറാക്ക് കൊണ്ട് നിങ്ങൾ മിസ്വാക്ക് ചെയ്യണം. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയവർക്കൊക്കെ അറിയാലോ, അറബിയാളെ കീശയിൽ എപ്പോഴും ഉണ്ടാകല് അറാക്ക് ഉണ്ടാവും. അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നത് കാണാം. വുളൂഇന്റെ സമയത്തും മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പോക്കറ്റിൽ നിങ്ങൾ എടുത്ത് ആ സുന്നത്തിനും വേണ്ടി ഒന്നിങ്ങോട്ട് വരതി അതവിടെ തന്നെ പോകും. ആ അറാക്കാണ് മിസ്വാക്ക് ചെയ്യാൻ ഏറ്റവും നല്ലത് എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. പല്ല് തേക്കുന്ന സമയത്ത് പല്ലിൽ വീതിയിലാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്. പല്ലിന്റെ വീതി ഇതാണ് വീതി. ഇത് പല്ലിന്റെ നീളാണ് അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? പല്ലിന്റെ നീളാണിത്, ഇതാണ് വീതി. വീതിയിൽ മിസ്വാക്ക് ചെയ്യണം. നമ്മൾ സാധാരണ തേക്കുന്ന പോലെ തന്നെ. ഇങ്ങനല്ല, ഇങ്ങനെ തേച്ചാൽ ഊനൊക്കെ കേടുവരും. ഇങ്ങനെ തന്നെ തേക്കണം. പല്ലിൽ വീതിയിലും നാവിൽ നീളത്തിലും. നാവ് നീളത്തിൽ ഇങ്ങനെ തേക്കണം. അങ്ങനെയാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്. അങ്ങനെയാണ് അതിന്റെ സുന്നത്തായ രൂപം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പല്ല് തേക്കാൻ വേണ്ടി തുടങ്ങേണ്ടത് വലത് ഭാഗത്താണ്. ഈ വലത് ഭാഗത്തുള്ള മുകൾ ഭാഗം, ആ മുകൾ ഭാഗത്തുള്ള ഉള്ളും പുറവുമാണ് ആദ്യം തേക്കേണ്ടത്. വലതുകൾ കൊണ്ട് മിസ്വാക്ക് പിടിച്ചുകൊണ്ടാണ് പല്ല് തേക്കേണ്ടത്. ആ മിസ്വാക്ക് പിടിക്കുന്നതിനും ഒരു നിയമമുണ്ട്. പിടിക്കുന്ന സമയത്ത് മിസ്വാക്ക് പിടിക്കേണ്ടത് ഇങ്ങനെ, നമ്മൾ സാധാരണ പിടിക്കൽ ഇങ്ങനെയാണല്ലോ, അങ്ങനെ ഈ രൂപത്തിലാണ് നമ്മൾ മിസ്വാക്ക് പിടിക്കുക. യഥാർത്ഥത്തിൽ മിസ്വാക്ക് പിടിക്കേണ്ട രൂപം ഇങ്ങനെയാണ്. ഇതാ, ചെറുവിരലും തള്ളവിരലും ഉള്ളിലേക്കാക്കിയിട്ട് ബാക്കി വിരൽ പുറത്തു വരുന്ന രൂപത്തിൽ ഇങ്ങനെയാണ് മിസ്വാക്ക് പിടിക്കേണ്ടത്. അങ്ങനെ പിടിച്ച് ശീലമില്ലാത്തവർക്ക് അത് പിന്നെ തേക്കാനൊരു എയിമ് കിട്ടൂല. ഇത് എന്ത് പിടുത്ത ഉസ്താദ്, എങ്ങനെ ഇത് പല്ല് തേക്കുക എന്നൊക്കെ ചിന്തിക്കും. അപ്പൊ ഉസ്താദ് അങ്ങനെയാണ്, കൂടുതൽ വെയിറ്റ് കൊടുത്ത് തേക്കാൻ പറ്റൂലല്ലോ എന്നൊക്കെ പറയും. ഇങ്ങനെ പിടിക്കാൻ കൽപ്പിച്ചത് എന്തുകൊണ്ടാ? ഈ വെയിറ്റിന് തേച്ചാൽ മതി എന്നുള്ളതുകൊണ്ടാ. ഇസ്ലാം അതുകൊണ്ട് അങ്ങനെ പഠിപ്പിച്ചത്. ഇതിനേക്കാൾ വെയിറ്റ് പല്ലിന് കൊടുക്കാൻ പാടില്ല. തേക്കുമ്പോൾ നന്നായിട്ട് തേച്ച് വരച്ച് അങ്ങനെ തേക്കേണ്ട സ്ഥലമല്ല പല്ല്. അവിടെ തേക്കുമ്പോ ചിലത് അവിടെ വേണ്ട സാധനങ്ങൾ ഉണ്ട്, അതും കൂടെ പോകും നമ്മളെ തേപ്പില്. ചിലപ്പോ പല്ലെന്നെ പോവും. അങ്ങനെയല്ല പല്ലേക്കേണ്ടത്. ചില സാധനങ്ങൾ പല്ലുമ്പോ വേണ്ടതുണ്ട്, അതവിടെ നിൽക്കുന്ന രൂപത്തിൽ തേക്കണമെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച പിടുത്ത ഇതാ, ഈ രൂപത്തിൽ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ തേക്കുമ്പോ ഈ ഒരു വെയിറ്റിൽ തേച്ചിട്ട് പോകേണ്ട അശണ്ടകളാണ് പോകേണ്ടത്. അങ്ങനെ മനസ്സിലാക്കണം നമ്മള്. അതിന് തേച്ചിട്ട് പോകേണ്ട അശണ്ടകൾ പോയാൽ മതി, അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. ആ നിലക്ക് നമ്മൾ ചിന്തിക്കുക. പിന്നെ പല്ലിന്റെ ഇടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ വേറെ പല്ല് കുത്തൊക്കെ എടുത്തിട്ട് ഒഴിവാക്കുക എന്നല്ലാതെ പല്ലുമുള്ള അശണ്ട പോകാൻ ഈ പിടുത്തം പിടിച്ചുകൊണ്ടാണ്. സുന്നത്തായ പിടുത്തം എങ്ങനെയാണ്? ഈ രൂപത്തിലാണ് മിസ്വാക്ക് പിടിക്കേണ്ടത്. ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സുന്നത്തായ രൂപം. അങ്ങനെ മിസ്വാക്ക് ചെയ്യുന്നതിന് മുമ്പും ശേഷവും നല്ലപോലെ മിസ്വാക്ക് കഴുകൽ സുന്നത്താണ് എന്ന് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. എപ്പോഴും ഒരു മിസ്വാക്ക് കയ്യിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറബികളുടെ കയ്യിൽ അറാക്ക് ഉണ്ടാകും. അങ്ങനെ ഒരു അറാക്ക് കൊണ്ട് നടക്കാൻ കഴിഞ്ഞാൽ നല്ലതാണ്. ഇനി പല്ല് തേക്കാൻ അതല്ലെങ്കിൽ ഒരു മിസ്വാക്ക് കയ്യിൽ കരുതുന്നത് നല്ലതാണ്. വുളൂ ചെയ്യുന്ന സമയത്ത് മിസ്വാക്കോടുകൂടെയുള്ള വുളൂ പ്രത്യേകം പുണ്യമുള്ളതാണ്. നല്ല വളർച്ചയും നൽകുന്നതാ, അത് ഭക്ഷണം ദഹിപ്പിക്കുവാനുതകുന്നതാ. നല്ല ബുദ്ധി കൂർമ്മത ലഭിക്കും എപ്പോഴും ബ്രഷ് ചെയ്താൽ. അതേപോലെ തന്നെ ഭക്ഷണം പെട്ടെന്ന് ദഹിച്ചു കിട്ടാനത് കാരണമാകും. പല്ലിന്റെ വേദന നീങ്ങുവാനും നല്ലതാ, സംസാരമെല്ലാം വ്യക്തമായി തിരിയുന്നതാ.